നമസ്കാരം. ബി സീരീസ് ഇൻ ഡാർക്കിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബി സീരീസിൽ നമ്മൾ ഒരുപാട് വിശിഷ്ട അതിഥികളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നത്തെ അതിഥിക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം എൻ്റെ മനസ്സ് ഇവിടെ ഇരുന്നുകൊണ്ട് വായിച്ചെടുക്കും എന്നുള്ളതാണ്. നിസ്സാരപ്പെട്ടൊരു കാര്യമല്ല. സെലിബ്രിറ്റീസിൻ്റെ ഉൾപ്പെടെ മനസ്സുകൾ വായിക്കുന്ന മെൻ്റലിസ്റ്റ് ഹരിഹറാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. നമസ്കാരം സാർ. നമസ്കാരം. ബി സീരീസ് ഇൻ ഡാർക്കിലേക്ക് സ്വാഗതം. താങ്ക് യു. എവിടെ നിന്നാണ് ഇത് പഠിച്ചത്? ഈ മെൻ്റലിസം നമുക്ക് എവിടെ നിന്നെങ്കിലും പഠിക്കാൻ പറ്റുമോ? മെൻ്റലിസം ഈസ് എ പ്രാക്ടീസ് ഇൻ ആർട്ട്. 1989 വന്ദനം സിനിമ ആ സമയത്ത് വലിയേട്ടനാണോ അനീതി പ്രാവ് ഒക്കെ കഴിഞ്ഞിട്ടല്ലേ ഇത് വരുന്നത്? അതിൻ്റെ നല്ല പാട്ടാണ്. ഓ പ്രിയ എന്നൊക്കെ പറഞ്ഞല്ലേ. എന്തായിരുന്നു പറഞ്ഞു? മെൻ്റലിസം ഞാൻ പഠിച്ചത് 1980. ഞാൻ നേരത്തെ എത്ര പറഞ്ഞ 1989 ഞാൻ യൂറോപ്പിൽ ഒരു കേവില് ആയിരുന്നു. ഒരു കേവിലോ? ഗുഹയില് അതെ, അവിടെയായിരുന്നു ഞാനിത് പഠിച്ചത്. അപ്പം ഈ 10-16 വർഷത്തോളം പഠിച്ചു മെൻ്റലിസം. തീർച്ചയായിട്ടും സാർ, ഇപ്പം നമുക്ക് വേണ്ടിയിട്ടൊരു മെൻ്റലിസം എന്തെങ്കിലും കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റും. ജോബി പേരല്ലേ? അതെ. ജോബിയുടെ കൈ തരൂ, എന്നിട്ട് കണ്ണടയ്ക്കും. ഒരു പണിക്കാൻ പോകാത്ത കൈയാണെന്ന് തോന്നുന്നില്ലേ? ഓക്കെ ഓക്കെ. മനസ്സിൽ വരും തോന്നുന്നുണ്ടോ? ജോബിയുടെ തോന്നുന്നുണ്ടോ? ഇല്ല. ഫീൽ ചെയ്തോ? എനിക്കിവിടെ ഫീൽ ചെയ്തു. ഞാൻ എൻ്റെ കാലിലാണ് അടിച്ചത്. ഫീൽ ചെയ്തോ? എനിക്കിവിടെ ആരോ അടിച്ച പോലെ ഫീൽ ചെയ്തു. ദിസ് ഇസ് മെൻ്റലിസം. ഇതെങ്ങനെയാണ് സാർ പറ്റുന്നത്? പ്രാക്ടീസ്. തീർച്ചയായിട്ടും പ്രാക്ടീസ് തന്നെയാണ്. സത്യം പറഞ്ഞാൽ സാറിൻ്റെ വലിയൊരു ആരാധകനാണ് ഞാൻ. താങ്ക് യു. ചെറുപ്പം കാലം മുതൽ സാറിങ്ങനെ ഈ വേദികളിലൊക്കെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് എൻ്റെ നാട്ടുകാരനും കൂടെ ആകുമ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നാട്ടുകാരനാണ് സാറിൻ്റെ നാട്ടുകാരനാണ്. സാറിന് അറിയത്തില്ല, സാറിൻ്റെ വീടിൻ്റെ വാതിലേക്ക് ഞാൻ ഇഷ്ടം പോലെ പ്രാവശ്യം വന്നിട്ടുണ്ട്. നമ്മൾ വന്നൊക്കെ നോക്കി നിൽക്കാറൊക്കെ ഉണ്ടായിരുന്നു. ആ, ഒരുപാട് പ്രാവശ്യം. സാറിൻ്റെ നാട്ടുകാരനാന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. കണ്ടിട്ടില്ല അങ്ങനെ. പക്ഷെ ഞങ്ങൾ മിക്കപ്പോഴും അവിടെ പരിസരത്തൊക്കെ ഉണ്ടാവാറുണ്ടോ? പിന്നെ നമ്മൾ എപ്പോഴും അവിടെ സൈക്കിളൊക്കെ ആയിട്ട് ആ പരിസരത്തൊക്കെ എപ്പോഴും ഉണ്ട്. ഞങ്ങൾ അവിടെയാണ്. സാറിന് അറിയത്തില്ല എന്നേ ഉള്ളൂ. ഞങ്ങൾ അവിടെ വന്നിട്ട് എപ്പോഴും അവിടെ നിന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കുകയും, മീൻസ് സാറില്ലാത്ത സമയത്ത് അവിടെ വരികയും നമ്മൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാറുണ്ട്. സാറിന് ഈ മനസ്സ് വായിക്കാൻ പറ്റുമോ ആൾക്കാരുടെ? സാർ, മനസ്സ് വായിക്കാൻ പറ്റുമോ ആൾക്കാരുടെ? പിന്നെ തീർച്ചയായിട്ടും മനസ്സ് വായിക്കാൻ പറ്റുമോ? എൻ്റെ മനസ്സ് വായിക്കാൻ പറ്റുമോ? തുറന്നാണെങ്കിൽ വായിച്ചു തരാം. തുറന്നിട്ടേ. ജോബിക്ക് ഒരു കാമുകിയുണ്ട്. അതെ സാർ. ഇതെങ്ങനെ? ജോബിയുടെ കാമുകി മറ്റൊരാളുടെ ഭാര്യയാണ്. ആണോ? അതെ 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 സാർ. അതെ, എനിക്കറിയാം. അങ്ങനെ ഉണ്ടാവുള്ളൂ. കാമുകിയുടെ പേര് പറയട്ടെ. ആർ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നതല്ലേ? അല്ല സാർ. അല്ലേ? അല്ല. ഓർത്തു നോക്കൂ. അല്ല സാർ, അല്ല. എനിക്കറിയാം. ആറല്ല. എനിക്കറിയാം സാർ, കോൺഫിഡൻ്റ് ആണ്. ആറല്ല. സാറിന് തെറ്റിപ്പോയി. ആറേ അല്ല. അല്ല അല്ല അല്ല. എന്താ സാർ? സോറി, അതല്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. സാറിൻ്റെ വൈഫിൻ്റെ പേരെന്താണ്? രമ്യ. സാർ, ഈ ഒരുപാട് പേര് പല പല പ്രോപ്പർട്ടീസ് കൊണ്ട് മെൻ്റലിസം കാണിക്കാറുണ്ട്. സാറിൻ്റെ ഉണ്ടോ? പിന്നെ ഇതെന്താണെന്നറിയാലോ? റൂബിക്സ് ക്യൂബ്. അതെ, ഇത് കണ്ടോ? അടിപൊളി. ഇതിന് ജോബി ഇത് ഷഫിൾ ചെയ്യണോ? ഷഫിൾ ചെയ്യും. ഷഫിൾ ചെയ്തു സാർ. ഓക്കെ. ഇതിന് ഇതെല്ലാം വേറെ വേറെ കളറായല്ലേ? അതെ അതെ. ഇനി ഞാൻ കണ്ണടയ്ക്കാൻ പോവാണ്. സാർ, ഇത് വളരെ ടഫായിട്ടുള്ള ഒരു വലിയൊരു സംഭവമാണ്. പ്രാക്ടീസ് ആണല്ലോ.
സാറ് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കര ക്യൂരിയോസിറ്റി തോന്നുന്നതാണ്. ഇത് എങ്ങനെയാണ് ഇത് സാറിന് നാട്ടിലുണ്ടാവാറുണ്ടോ? ഞാൻ നാട്ടിലുണ്ട്, എപ്പോഴും ഉണ്ടാകാറുണ്ട് സാറേ. ഇവിടെ വെളിയിൽ ജോലി കിട്ടിയാൽ പോവോ? വെളിയിൽ ജോലി കിട്ടി കഴിഞ്ഞാൽ പിന്നെ വെളിയിൽ പോകണമെന്നാണ് നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം. ഞാൻ അങ്ങനെ അറേഞ്ച് ചെയ്തരാം കേട്ടോ. അങ്ങനെ അവിടെയുള്ള ഏതെങ്കിലും ചെറുപ്പക്കാരുണ്ട് എന്നോട് പറഞ്ഞാൽ അത് ഞാൻ അറേഞ്ച് ചെയ്തരാം. എല്ലാവരും വെളിയിൽ പോകും. മനസ്സിലായി സാർ. ഉറപ്പായിട്ട് ഞങ്ങൾ ആ ചെറുപ്പക്കാരല്ലേ. ജബി എന്താ സാർ? ഓ സോറി, അതിൽ അതുകൊണ്ടാണ് സോറി സാർ. ഇത് ആക്കാനായിട്ടാ സാറേ, അതാകുന്നില്ല പറഞ്ഞു ജോബി സാറേ. ഈ ഷോസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കിനെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഈ വക പരിപാടികളൊക്കെ ചെയ്യാറുണ്ട്. സർപ്രൈസ്. എന്താ സാർ? ആയിട്ടില്ല. അതങ്ങനെ പെട്ടെന്നാക്കണാണ് ഞാൻ. സാരമില്ല സാറേ, അത് വേണമെങ്കിൽ വിട്ടേക്ക്. അത് നമുക്ക് വേറെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കാം. നമുക്ക് എന്തുകൊണ്ടാണ് സാറേ? സാരമില്ല. അല്ല, ഞാൻ 2 സെക്കൻഡ് കൊണ്ട് ശരിയാക്കുന്നതാണേ. അല്ല സാറേ, വേൾഡ് ഫേമസ് ആയിട്ടുള്ള മെന്റലിസ്റ്റ് ആണ്. റെഡിയാക്കട്ടെ. വേൾഡ് ഫേമസ് അവൻ്റെ സാറേ. അത് ഇന്ന് മുന്നേ കോൺസെൻട്രേഷൻ ധരിക്കല്ലേ സാരമില്ല. ഇത് 5 സെക്കൻഡ് കൊണ്ട് ശരിയാക്കുന്നതാണ് ഞാൻ. ആവശ്യത്തിന് സാറേ കുഴപ്പമില്ല, അത് വിട്ടേക്കെ. ഉണ്ടല്ലേ? അല്ല അത് സാരമില്ല. ഇത് സാറേ ടെൻഷൻ വേണ്ട സാറേ. മെന്റലിസ്റ്റാണ്. 5 സെക്കൻഡ് കൊണ്ട് ശരിയാക്കണതാണ് ഞാൻ. എന്നും സാറേ അത് ഷൂട്ടിങ്ങും പറ്റി മനുഷ്യൻ നാണം കെടുത്താൻ വേണ്ടി എല്ലാവരും മുന്നിൽ. അല്ല കുഴപ്പമില്ല, അത് വിട്ടേരെ. അത് നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടി നോക്കാം. വേറെ എന്ത് മാങ്ങാത്തോടെ എന്ത് പരിപാടി ആദ്യം ഇത് ചെയ്യട്ടെ. മനുഷ്യനെ മനസ്സും മാറ്റിച്ച് സാർ സാർ ചെയ്യുന്നതല്ലേ, വിട്ടേരെ. അത് വേറെ മര്യാദ ചോട്ടരുത്. ഞാനില്ല ഈ പരിപാടി. സാറേ മെന്റലിസത്തിന്റെ